ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടായതാണോ, അതല്ല രാംലല്ലയ്ക്ക് കിടക്കാൻ അല്ലെങ്കിൽ രാംലല്ലയ്ക്ക് ഒരു അഭയസ്ഥാനം ഉണ്ടായതാണോ താങ്കളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം? അല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യക്ക് ഭരണഘടനയുണ്ടായി, ഇതൊക്കെ അഭിമാന മുഹൂർത്തം തന്നെയാണ്, ഒരു സംശയമില്ല അതിനകത്ത്. പക്ഷെ അതിനേക്കാൾ അതിനോടൊപ്പം ഒരു പടി ഭരണഘടനയ്ക്ക് മുകളിലാണ് ഈ 500 അതിനേക്കാൾ അല്ല, പറഞ്ഞ കേൾക്കൂ, അതിനൊപ്പം 500 വർഷങ്ങളോളം ശ്രീരാമനെ അവഗണിച്ച ഒരു സമൂഹത്തിൽ നിന്ന് ശ്രീരാമന് ഒരു പുനർജന്മം ലഭിക്കുന്നു. അവിടെ ഒരു മനോഹരമായ ക്ഷേത്രം നിർമ്മാണം നടക്കുന്നു. അവിടെ പുനഃപ്രതിഷ്ഠ നടക്കുന്നു. പുനഃപ്രതിഷ്ഠ എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു, ആ ക്ഷേത്രമുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു പുനഃപ്രതിഷ്ഠ നടക്കുന്നു. അത് ഇന്ത്യയിലെ കോടാനുകോടി രാമഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, കോടാനുകോടി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർജന്മമാണ്. അപ്പോൾ രാമഭക്തന്മാരല്ലാത്ത മറ്റു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമോ? അഭിനിവേശമാണ്. രാമഭക്തന്മാരല്ലാത്ത മറ്റു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമോ? രാമഭക്തന്മാരല്ലാത്ത ഹിന്ദു വിഭാഗത്തിലെ മറ്റു വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളമോ? ബുദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളമോ? പാഴ്സി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളമോ? ക്രിസ്തീയ മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളമോ പ്രാണപ്രതിഷ്ഠാ ദിനം എന്തു സന്ദേശമാണ് നൽകുക? അരുണേ, ഈ ചിന്ത 47 നെഹ്റുവിനുണ്ടായിരുന്നോ? സർദാർ പട്ടേലിനുണ്ടായിരുന്നോ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനുണ്ടായിരുന്നോ? ഡോക്ടർ KM മുൻഷിക്കുണ്ടായിരുന്നോ? മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നോ? ഇവരൊക്കെ സോമനാഥിലെ പുതിയ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നിലകൊണ്ടില്ലേ? നെഹ്റുവിൻ്റെ മന്ത്രിസഭ അതിനുള്ള പദ്ധതി തയ്യാറാക്കിയില്ലേ? അതിനുള്ള പണം നെഹ്റുവിൻ്റെ ഖജനാവിൽ നിന്ന് നൽകിയില്ലേ? ആ ഒരു ചിന്തയെക്കുറിച്ച് എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ ആലോചിക്കാത്തത്? ജവഹർലാൽ നെഹ്റു താക്കീത് ചെയ്തതും നമ്മുടെ മുൻപിൽ ചരിത്രമായിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്കല്ല പോകുന്നത്. എന്റെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു. ഭരണഘടനയേക്കാൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തേക്കാൾ എന്ത് വിശിഷ്ട മാഹാത്മ്യമാണ് ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ച് പ്രാണപ്രതിഷ്ഠ നൽകുന്നത്? അതായിരുന്നു എന്റെ ചോദ്യം. അങ്ങ് പറഞ്ഞതനുസരിച്ച് അത് രാമഭക്തന്മാർക്ക് വളരെ വൈകാരികമായ ഒരു ദിനമാണ്, സമ്മതിക്കുന്നു. പക്ഷേ രാമഭക്തന്മാരല്ലാത്തവർ ഇന്ത്യയിലില്ലേ? അവരെ സംബന്ധിച്ച് ഈ പ്രാണപ്രതിഷ്ഠ സ്വാതന്ത്ര്യത്തിന് തുല്യമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുമോ? അരുണ, അതിനുള്ള വേറൊരു വിശദീകരണമുണ്ട്. ഇത് രാമഭക്തന്മാരുടെ മാത്രം പ്രശ്നമായിട്ട് കാണുമ്പോഴാണ് ഈ ചിന്ത നിങ്ങളുടെ രാജ്യത്തിന്റെ സ്വാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതെ ഞാൻ പറഞ്ഞു, ഇത് രാജ്യത്തിന്റെ സ്വാഭിമാനത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ വിദേശ അക്രമി നമ്മുടെ നാട്ടിലെത്തിയ വിദേശ അക്രമി കൊള്ളയടിച്ച് തകർത്ത് പോയ ഒരു ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ നോക്കൂ, സ്വാഭിമാനത്തിന്റെ പ്രശ്നമാണ്. ദിനത്തെ നമ്മൾ പഠിക്കുന്ന ഭാഷയും എല്ലാം വിദേശാധിപത്യത്തിന്റെ ഒരു സംഭാവനയൊക്കെ തന്നെയാണ്. പലതും നമുക്ക് കിട്ടിയ ഉന്നത വിദ്യാഭ്യാസം പോലും ആ ഘട്ടത്തിലുള്ളതല്ലേ. അതിനെയൊക്കെ നമുക്ക് പുനർനിർമ്മിക്കാം, അപനിർമ്മിക്കാം, അതൊക്കെ ചരിത്രത്തിന് ആവശ്യമായ ഘട്ടത്തിൽ മാറ്റം വരുത്താം. പക്ഷെ അതിനെയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? നമ്മളുടെ പ്രധാനമന്ത്രി വിവിധ രാജ്യങ്ങളുമായി സന്ദർശിച്ച് ഇപ്പോഴും ഇന്ത്യ രാജ്യത്തിന് നിലനിൽപ്പിന് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? വിദേശ സൗഹൃദം വേണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തനതിലേക്കുള്ള മടക്കമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് സാധ്യമാകില്ലല്ലോ. Debate with Dr. Arun Kumar.